This program is sponsored by ആഘോഷിക്കൂ ട്രിപ്പിൾ ആഘോഷങ്ങൾ ഹോംസ്കേപ്പിനൊപ്പം. ഹോംസ്കേപ്പ് ഫർണിച്ചർ, ഇന്റീരിയർ ആൻഡ് ലൈറ്റിംഗ്, പയ്യാവൂർ. ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ്, എടൂർ. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. കണ്ണൂർ കരിക്കോട്ടകരി എടപ്പുഴ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ എടപ്പുഴ പള്ളി വികാരി അച്ഛൻ ഇപ്പോൾ ട്രൂ മീഡിയ കേരളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, കഴിഞ്ഞ ദിവസം നമ്മൾ ട്രൂ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും കാട്ടാന ഇവിടെ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ അയ്യങ്കുന്ന്, ആറളം പഞ്ചായത്തുകളിൽപ്പെട്ട ഈ ഇടപ്പുഴ, വാളത്തോട് പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു മനോഭാവമാണെന്നാണ് തോന്നുന്നത് അധികാരികൾക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട് കാട്ടുമൃഗങ്ങൾക്ക് വളരാനായിട്ടുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത് പോലെ ആണ് ഞങ്ങൾക്ക് തോന്നുക. കാരണം ഒരു നാട്ടിലുമില്ലാത്ത രീതിയിൽ വിദേശങ്ങളിലൊക്കെയാണേലും ഇതുപോലെ കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും കാണാറില്ല. കേരളം പലതിൻ്റെയും ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം, ഉപദ്രവം മൂലം മരിക്കുന്നവരുടെ എണ്ണവും ഈ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ഇടപ്പുഴ, വാളത്തോട് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനയുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇന്നും ഈ കഴിഞ്ഞ രാത്രിയിലും ആന വന്ന് തെങ്ങുകളും കമുകുകളും മറ്റ് ഫലവൃക്ഷങ്ങളുമെല്ലാം നശിപ്പിക്കുകയാണ്. അതിനെ തുരത്താനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായി കാണുന്നില്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്നാണ് പറയാനുള്ളത്. തുടങ്ങി വെച്ചിട്ടുള്ള ആ ബൗണ്ടറി വേലിയൊക്കെ അത് എത്രയും വേഗം പൂർത്തീകരിച്ച് മനുഷ്യരെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. വനപാലകർ വന്ന് കണ്ട് അങ്ങ് പോയി. പിന്നെ അതിനെപ്പറ്റി ഒന്നും ഒരു നടപടിയും ഉണ്ടായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കുരങ്ങുകളുടെ ശല്യം ഈ പ്രദേശത്ത് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങുകളിൽ ഒറ്റ തേങ്ങ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ലോഡ് കണക്കിന് തേങ്ങ പറിച്ചിരുന്ന ഈ പ്രദേശത്ത് അരയ്ക്കാനുള്ള തേങ്ങ ഇപ്പോൾ വാങ്ങിക്കേണ്ട ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത്. കുരങ്ങുകളുടെ ശല്യം ഒരു വിധത്തിലും ഞങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിലും വേണ്ട നടപടികൾ അധികാരികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഒരു ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മേഖലകളിലുള്ളത്. എന്താണ് അധികൃതരോട് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? അധികൃതരോട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫെൻസിങ്ങിൻ വേലിയുടെ വർക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അത് ഫലവത്തായി വന്നാൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഇടപെടലുകളിൽ പഞ്ചായത്തും അതിൻ്റെ അധികാരികളും ഇപ്പോൾ പുതിയ ഭരണസമിതിയൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വന്നാലേ ഇവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമുള്ളൂ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇതാണ് ഇവിടുത്തെ വികാരിയച്ഛൻ. അതോടൊപ്പം തന്നെ നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത്, വന്യമൃഗശല്യം രൂക്ഷമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലകളിലുള്ളത്. ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ കേരള.